ഇതാ ഗണേഷ് കുമാർ സാറ് പറഞ്ഞ 8. ഞങ്ങൾ ഈ 8-നകത്ത് തന്നെ പഠിപ്പിക്കുന്നത്. പ്രായം ഒരു പ്രശ്നമല്ല, ഈ സ്ഥാപനത്തിൽ പ്രായം ഒരു പ്രശ്നമേ അല്ല. പഠിക്കണമെന്ന് മനസ്സുണ്ടായിരിക്കണം. ആര് വന്നാലും ഞങ്ങൾ എത്ര എഫർട്ട് എടുത്താന്നേലും ശരി അവരെ പഠിപ്പിച്ചേ വിടും. ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കുക, ഒരു കുഴപ്പമില്ല, ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചിറക്കാം. ഇത്ര അറിയാത്തവരെയും ഒരു ദിവസം ഒരു 80% ആളുകളെയും പഠിപ്പിക്കാൻ പറ്റും. ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കാനിട്ടിരിക്കുന്ന. ഇത് നമ്മൾ ഹാഫ് ക്ലച്ച് പഠിപ്പിച്ച ഒരു കയറ്റത്തുനിന്ന് വണ്ടി ഇറങ്ങുന്നത് എങ്ങനെയാണ്, ആ കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിപ്പിക്കും. ഇപ്പൊ എച്ചെടുത്ത് വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ഒരാളിനെ വിളിച്ച് നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചാൽ പോലും അവര് പറയും അത് ലൈസൻസ് കിട്ടാൻ വേണ്ടി എടുത്തത് എന്നേ പറയത്തുള്ളൂ. പക്ഷെ എച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കും. ഇത് വണ്ടി ഇത് കയറ്റി നിർത്തിയിട്ട്, അതായത് ബ്രേക്ക് ചവിട്ടാതെ ആക്സിലേറ്റർ കൊടുക്കാതെ ക്ലച്ചെ തന്നെ ഞങ്ങൾ വണ്ടി കയറ്റിക്കും. വണ്ടി നിർത്തുകയും ചെയ്യും, വണ്ടി എടുപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോ കാണുന്ന ആർക്കും ധൈര്യമായിട്ട് വരാം. നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചേ ഇവിടുന്ന് വിടൂ. ചേച്ചി ഒരു ദിവസം മതിയോ നല്ല ഡ്രൈവർ ആകാൻ? തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാം. ഒരു കുഴപ്പമില്ല, ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചിറക്കാം. 6 വർഷം കൊണ്ട് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുക പഠിപ്പിച്ചിരിക്കും. നമസ്കാരം, ഞങ്ങളിപ്പോൾ ഉള്ളത് കായംകുളത്താണ് കേട്ടോ. ചേച്ചിയുടെ പേര് ശ്രീദേവി എന്നാണ്. ചേച്ചി കായംകുളത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരിയാണ്. കഴിഞ്ഞ 6 വർഷമായി ചേച്ചി ഇവിടുത്തെ ഗുരുനാഥയാണ് അല്ലേ? എത്ര പേരെ പഠിപ്പിച്ചാണ് ചേച്ചി? ഞാനൊരു 500 പേരിൽ മേളിൽ വരും. അതെ, 600 പേരിനകത്തുണ്ട്. 600 പേരിലധികം. അതിന് പ്രായ വ്യത്യാസം, പല പ്രായം, 72 വയസ്സ് വരെ ഉള്ളവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു ചേച്ചിയാണിത്. നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഇവിടെ എത്തിയത്. സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, കായംകുളമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡ്രൈവിംഗ് സ്കൂൾ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ 8 വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. 8 എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം കമ്പി ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതുകൊണ്ട് 8 മാതൃകയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല, എച്ച് ആണെന്ന് പോലും തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വന്നാൽ എന്താണ് എച്ച്, എന്താണ് 8 എന്ന് വളരെ വ്യക്തവും കൃത്യമായി നമുക്ക് കാണാനും പറ്റും, അറിയാനും കഴിയും. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഏറ്റവും നവീന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചറിയാം. ഇതാ ഗണേഷ് കുമാർ സാറ് പറഞ്ഞ 8. അപ്പൊ ഈ 8 ഇവിടെ നേരത്തെ മുതലേ ഉള്ളതാ. ഇതിപ്പോ 6 വർഷം കൊണ്ട് ഇത് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഈ 8-നകത്ത് തന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് 8 എന്നുള്ളത്. അപ്പൊ ഈ 8-നകത്ത് കറക്റ്റായിട്ട് 8 എന്താണെന്നുള്ളത് 8 വരച്ചു വെച്ചിരിക്കുവാ ഇത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. സാറ് പറഞ്ഞതെല്ലാം കറക്റ്റ് കാര്യമാണ്. ഞങ്ങൾക്കത് അന്നും ഞങ്ങൾ ഇത് തന്നെ പഠിപ്പിക്കുന്നു, ഇനിയായാലും ഞങ്ങൾ ഇത് തന്നെ പഠിപ്പിക്കുന്നത്. ഈ 8-നകത്ത് പഠിക്കുന്നതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളവ് തിരിയുമ്പോഴോ പിന്നെ എവിടെങ്കിലും വണ്ടി ഒന്ന് സ്ലോ ചെയ്യുകയോ ചെയ്യുമ്പം ഇവർ കാല് കുത്തേണ്ടി വരത്തില്ല. മാക്സിമം സ്ലോ ചെയ്ത് വണ്ടി ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണ് ഈ 8-നകത്ത്. അപ്പൊ ഈ 8-ഇതിനകത്തൂടി ഇങ്ങനെ തിരിഞ്ഞു കറങ്ങി വരുന്ന ഒരാള് കാല് കുത്തത്തില്ലെന്നുണ്ടെങ്കിൽ റോഡിൽ ഇതുപോലുള്ള വളവുകൾ വളരെ ചുരുക്കമാണ് നമുക്ക്. അപ്പൊ ഇതിനകത്ത് കാല് കുത്താത്തവർ റോഡിൽ പോകുമ്പോൾ കാല് കുത്തേണ്ട ആവശ്യമില്ലല്ലോ. വണ്ടി നിർത്തേണ്ടി വരുവാണെങ്കിൽ മാത്രമേ കാല് കുത്തേണ്ടി വരത്തുള്ളവർക്ക്. അതാ ഈ 8-ന്റെ ഗുണം എന്ന് പറയുന്നത്. ഇത്രയും വിശാലമായ ഒരു എച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 8 ഇതുപോലുള്ള ഒരു സ്ഥാപനമോ ഈ കേരളത്തിലെങ്ങും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. 1.5 ഏക്കറിനകത്തായി ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു എച്ചിനകത്ത് പഠിക്കുന്ന ഒരാള് ഏത് രീതിയിലും വണ്ടി പാർക്ക് ചെയ്യാനും സ്ലോ വിടാനും റിവേഴ്സ് എടുക്കാനും എല്ലാം പഠിപ്പിച്ചിരിക്കുക. അതുപോലെ തന്നെ ആ 8-നകത്ത് ഓടിക്കുന്ന ഒരു കുട്ടി ഏത് സാഹചര്യത്തിലും അവര് സ്ലോ ചെയ്ത് വണ്ടി ഓടിക്കാൻ, കാല് കുത്താതെ വണ്ടി ഓടിക്കാൻ അവരെ കൊണ്ട് പറ്റും. അപ്പൊ ഇതുപോലൊരു സ്ഥാപനം വേറെ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എച്ചെടുക്കാൻ ഇറങ്ങുന്ന ഒരു കുട്ടി കറക്റ്റ് ഹാഫ് ക്ലച്ച് നിർത്തി ബ്രേക്ക് ചവിട്ടാതെ വണ്ടി കറക്റ്റ് ചെയ്ത് അവരെടുക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ കിട്ടിയാലും ഞങ്ങള് എച്ചെടുപ്പിക്കും. അതിന് യാതൊരു സംശയമില്ലാത്ത. ഇത് ഞങ്ങളുടെ മുതലാളിയുടെ ഒരു കൺസെപ്റ്റാണ്. പുള്ളിക്ക് നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്നും പുറത്തിറങ്ങുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ പഠിച്ചിറങ്ങണമെന്ന് വിചാരത്തോടു കൂടി തന്നെ അദ്ദേഹം ഒരുങ്ങിയ ഒരു സ്ഥാപനമാണിത്. അപ്പൊ അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞങ്ങൾ എച്ചിനകത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരാൾ കറക്റ്റ് പതിയെ സ്ലോ ചെയ്ത് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാനും കോർണർ തിരിഞ്ഞ് കയറാനും, അതുപോലെ നമുക്കിപ്പോൾ ഒരാൾ വണ്ടി ഫുള്ള് ലോക്ക് ചെയ്താൽ വണ്ടിയുടെ ടയർ നേരെയാക്കുന്നത് എങ്ങനെയാണെന്നും, അതായത് എച്ചിനകത്ത് എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് ഞങ്ങൾ എച്ചെടുപ്പിക്കുന്നത്. അല്ലാതെ ഒരു കമ്പി നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് തിരി അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരി അങ്ങനെയൊന്നും അല്ല. എച്ച് എന്താണ് എന്ന് എനിക്ക് പോലും പണ്ട് എച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. മനസ്സിലായോ? നമ്മളിത് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. എച്ച്
എച്ച് എന്താണെന്ന് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് എച്ച് എടുക്കുമ്പോൾ ലൈസൻസ് കിട്ടാൻ വേണ്ടി എടുക്കുന്നത് എച്ച് അതല്ലല്ലോ നമ്മള്. അതിനപ്പുറം ആർക്കും ഒന്നും അറിയത്തില്ല. ഇപ്പൊ എച്ച് എടുത്ത് വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ഒരാളിനെ വിളിച്ച് നിർത്തിയിട്ട് നമ്മൾ ചോദിച്ചാൽ പോലും അവര് പറയും അത് ലൈസൻസ് കിട്ടാൻ വേണ്ടി എടുത്തത് എന്നേ പറയത്തുള്ളൂ. പക്ഷെ എച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾ ഹാഫ് ക്ലച്ചിലാണ് കയറ്റുന്നത്. കൊണ്ട് നിർത്തി ഹാഫ് ക്ലച്ച് പറഞ്ഞു കൊടുത്ത് എടുക്കും. ഈ ഒരു 1.5 ഏക്കറിനകത്ത് എല്ലാ സംവിധാനവും ഉണ്ട്. എത്ര പേരെ പഠിപ്പിച്ചാണോ ചേച്ചി? ഞാൻ സത്യം പറഞ്ഞാൽ അതിന് കണക്കൊന്നും ഇല്ല. എന്നാലും ഇവിടുന്ന് ഒരു 50,000 പേരൊന്നും അല്ല പഠിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇതേ ഇങ്ങനെ കറങ്ങി തിരിയണം കൈ, മനസ്സിലായി? ചെറിയ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് കൈ കറങ്ങി തിരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാരും തട്ടിയാ പിടിക്കുന്നത്. ഇതേ ഇങ്ങനെ കറങ്ങി തിരിയണം കൈ, കണ്ടോ? എങ്കിലേ നമുക്ക് ഒറ്റ തിരിക്ക് വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വരുത്തുള്ളൂ, മനസ്സിലായി? അത് ഒരു കയ്യെ തിരിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയും പഠിപ്പിക്കും. പക്ഷെ എച്ചെടുക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ റോഡിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യരുത്. എന്നാലും ചിലർക്ക് അതൊരാഗ്രഹമാണ്. ഇതുണ്ടോ, ഇങ്ങനെ തിരിഞ്ഞു പഠിക്കണമെന്നൊരാഗ്രഹമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഞങ്ങൾ അങ്ങനെയും പഠിപ്പിക്കും. അവരുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ അല്ലാതെ റോഡിൽ ഓടുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറയത്തില്ല. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് അത് ചെയ്യാൻ പറ്റുമല്ലോ. ഗണേഷ് കുമാർ സാറിന്റെ ഈ ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇനിയും പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളിത്. പിന്നെ സാറ് പറഞ്ഞ കുറെ പാർക്കിങ്ങും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതനുസരിച്ചാണ് ഇപ്പൊ ഞങ്ങൾ അതിനെ മുൻനിർത്തി തന്നെ ഞങ്ങളിപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, അത് തന്നെ കറക്റ്റ് ചെയ്യുന്നവരാ ഞങ്ങള്. ഇതെന്ന് പറഞ്ഞ 2 ട്രാക്കാ. ഞങ്ങൾ 2 ട്രാക്ക് ലെഫ്റ്റും റൈറ്റും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടി ലെഫ്റ്റിൽ കൂടെ ഓടുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി റൈറ്റിൽ കൂടെ വരും. അതായത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ പോകുന്ന ഒരു കുട്ടിക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടേൺ തിരിയുമ്പോഴും എല്ലാം അത് തന്നെയാണ്. 2 ട്രാക്കിൽ കൂടെ ഇവിടെ വണ്ടി ഓടുന്നത്. അപ്പോൾ ഒരു കുട്ടി വന്ന് പുതിയതായിട്ട് ഞങ്ങളൊരു വണ്ടി ഞങ്ങൾ ആദ്യം കയറിയിരുന്ന് ട്രെയിൻ ചെയ്ത് അവർ നന്നായിട്ട് ഓടിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പിന്നെ ഈ ഗ്രൗണ്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. അതിന് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാലും ഒന്നും അവരുടെ പേടി മുഴുവൻ അതോടുകൂടി തീരുവാ ചെയ്യുന്നത്. റോഡിൽ ഇറങ്ങാൻ അവർക്കൊരു പേടിയില്ല. പിന്നെ സ്റ്റിയറിംഗ് ബാലൻസ് പക്കായിരിക്കും. ഇവരെ കൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റിയറിംഗ് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെ ആയാലും ഈ ചെറിയ റോഡിലും അപ്പുറത്തും എല്ലാം ഓടി കഴിയുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആവര്. ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കാനിട്ടിരിക്കുന്ന. ഇത് നമ്മൾ ഹാഫ് ക്ലച്ച് പഠിപ്പിച്ച ഒരു കയറ്റത്തുനിന്ന് വണ്ടി ഇറങ്ങുന്നത് എങ്ങനെയാണ്, ആ കയറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിപ്പിക്കും. ഇത് ചെറുത് പഠിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ കൊണ്ട് കയറ്റും. വലിയ പാലത്തെ കയറ്റി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പഠിപ്പിക്കും. അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടല്ലോ. അവസാനം ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം അവർ തന്നെ സ്വയം ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു പോകുന്ന ഞങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അത് 2nd ഗിയർ 3rd ഗിയർ വരെ ഞങ്ങൾ ഇതിനകത്ത് പഠിപ്പിക്കും. പറ്റിയാൽ 4th ഗിയറും ഇട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവരെയും കൊണ്ട് പുറത്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് വലിയ ജോലിയില്ല. അത്ര അറിയാത്തവരെയും ഒരു ദിവസം ഒരു 80% ആളുകളെയും പഠിപ്പിക്കാൻ പറ്റും. പിന്നെ 10%, 20% ഒക്കെ ഉണ്ടല്ലോ ഇച്ചിരി ഇതായിട്ടൊക്കെ ഉള്ളവർ, പേടി കൂടുതലൊക്കെ ഉള്ളവർ, ഒരു ദിവസം കൊണ്ട് ഉറപ്പായിട്ടും പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ. അത് ഈ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് ഇവിടെ വന്ന് പഠിക്കുന്നവരാ. അവരൊരു 7 മണിയാകുമ്പോൾ ഇവിടെ വരാൻ പറയും. 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഈ ഗ്രൗണ്ട് കിട്ടിയാൽ മതി അവർക്ക്. അപ്പൊ ഞങ്ങൾ ഒരു വണ്ടി, ഒരു ഡ്രൈവർ, ഒരാള്. അപ്പൊ പിന്നെ അങ്ങനെ പഠിപ്പിക്കുന്നത്. അത് എങ്ങനെയായാലും ഒരു ഇല്ലില്ല, ഒറ്റ ആളിനെ കൊണ്ടേ പോകത്തുള്ളു. അല്ലേലും ഇവിടെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പരിപാടി ഇല്ല. കൂടി വന്നാൽ ചിലപ്പോ 2 പേരെ കൊണ്ടുപോകുന്നിരിക്കും. ഇവിടെ ഇപ്പം 11 വണ്ടി. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാഫ് ക്ലച്ച് പഠിപ്പിക്കും. ഇത് വണ്ടി കയറ്റി നിർത്തിയിട്ട്, അതായത് ബ്രേക്ക് ചവിട്ടാതെ ആക്സിലേറ്റർ കൊടുക്കാതെയും ക്ലച്ചെ തന്നെ ഞങ്ങൾ വണ്ടി കയറ്റിക്കും. വണ്ടി നിർത്തുകയും ചെയ്യും, വണ്ടി എടുപ്പിക്കുകയും ചെയ്യും. ക്ലച്ചിൻ്റെ ഉപയോഗം മാത്രം. ഹാഫ് ക്ലച്ച് നിർത്തി സ്ലോ ചെയ്ത് വണ്ടി അതേ ക്ലച്ചെ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഇതേ കയറ്റി പഠിപ്പിക്കും. ഒരു വിദേശ ട്രെൻഡിങ് മോഡലിലുള്ള ഒരു സംവിധാനമാണിത്. ഈ വീഡിയോ കാണുന്ന ആർക്കും ധൈര്യമായിട്ട് വരാം. നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചേ ഇവിടുന്ന് വിടൂ. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകാരെ പോലെ തന്നെയുള്ള ഫീസുകളെ ഇവിടെയുള്ളൂ. അതിൽ കൂടുതൽ ഫീസുകളൊന്നും ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. വന്ന് നിങ്ങൾ ധൈര്യമായിട്ട് അത് തന്നെയല്ല, ഞങ്ങൾ പഠിച്ചു കഴിയുന്ന ഉടനെ ഞങ്ങൾ സ്വന്തമായ വണ്ടിയുള്ളവരെ ഞങ്ങൾ ആ വണ്ടിയെ കൂടെ ഓടിപ്പിക്കും.
ആ വണ്ടിയെ കൂടെ ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ ഓടിപ്പിക്കും, തീർച്ചയായിട്ടും ഞങ്ങൾ ഓടിപ്പിച്ചിരിക്കും. ഇവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് 72 വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അത് ലേഡീസ്. പ്രായം ഒരു പ്രശ്നമല്ല, ഈ സ്ഥാപനത്തിൽ പ്രായം ഒരു പ്രശ്നമേ അല്ല. പഠിക്കണമെന്ന് മനസ്സുണ്ടായിരിക്കണം, പഠിക്കണമെന്ന് മനസ്സുണ്ടായിരിക്കണം. ആര് വന്നാലും ഞങ്ങൾ എത്ര എഫർട്ട് എടുത്താണെങ്കിലും ശരി അവരെ പഠിപ്പിച്ചേ വിടൂ. ഇവിടുന്ന് ആരും പഠിക്കാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല, പഠിപ്പിച്ചേ വിടൂ. ഞങ്ങൾ ഓടിച്ചിരിക്കും. അവര് ലേഡീസ് ഉള്ളി എന്നും പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഞങ്ങൾ ലേഡീസ് 2 പേരുണ്ട്, ഞങ്ങൾ ഇത് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഇവർ ഇത്രയും പേരാണ് ഇവിടുത്തെ സ്റ്റാഫ്.